Josh Junction. അതിവിദൂരമല്ല ആ ദിവസങ്ങൾ. അതായത് നമ്മൾ ബോളിവുഡിലെ ഒരു മലയാളിയുടെയും മോളിവുഡിലെ ഒരു മലയാളിയുടെയും വിവാഹത്തിന് സാക്ഷികളാകാൻ അധികം ദിവസങ്ങളൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. എക്സാക്ട്ലി. അസിൻ തോട്ടുങ്ങളുടെ വിവാഹ വാർത്ത നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഈ ഒരു ടൈമില് ഇപ്പൊ മലയാളത്തിന്റെ തന്നെ മറ്റൊരു നായികയുടെ വിവാഹ വാർത്തയും കൂടെ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അറിഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ്. 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയി നിൽക്കുന്ന ടൈം. ജോഷ് ജംഗ്ഷനിൽ മഞ്ജുണ്ട്, നിമിഷമുണ്ട്. ആ നടിയുടെ പേര് മുക്ത എന്നാണെങ്കിൽ മുക്ത വിവാഹം കഴിക്കുന്നത് ആരെയെന്ന് ചോദിച്ചാൽ അവിടെയാണ് അതിന്റെ മറ്റൊരു ട്വിസ്റ്റ് കിടക്കുന്നത്. നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗായികയുടെ ബ്രദർ. എക്സാക്ട്ലി. റിമി ടോമിയുടെ ബ്രദറിനെയാണ് പുള്ളിക്കാരത്തി കല്യാണം കഴിക്കാൻ പോണേ. കുറച്ച് നേരമായിട്ട് പുള്ളിക്കാരത്തിനെ നമ്മളൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുക്തേനെ, പക്ഷെ കിട്ടുന്നില്ല. കോൾ വെയിറ്റിംഗ് ആണ്. ഇപ്പൊ ഒന്ന് കണക്ട് ആയിട്ടുണ്ട്. ഹലോ ഹലോ. കല്യാണമൊക്കെ ഇങ്ങനെ അടുത്തപ്പോഴത്തേക്ക് തിരക്കൊക്കെ തുടങ്ങിയോ? ഹലോ, മുക്തയല്ലേ ഇത്? അതെ മുക്ത, ഞാൻ റേഡിയോ മാംഗോ എന്നാ വിളിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരുണ്ട്, മഞ്ജു ആൻഡ് നിമിഷ്, ജോഷ് ജംഗ്ഷനിൽ നിന്നാ വിളിക്കുന്നത്. ഹലോ. ഹലോ. അതാ ചോദിച്ചേ, കല്യാണമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുപാട് തിരക്കായോന്ന്. ഞാനൊരു ഹലോ പോലും പറയാതെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോഴേ ഇത്ര പെട്ടെന്ന് കിട്ടിയോ ന്യൂസ്? ഇത്ര പെട്ടെന്ന് കിട്ടിയെന്ന് മാത്രമല്ല, എത്ര നാളായി നിങ്ങൾ തമ്മിൽ ഇങ്ങനൊരു പ്രണയം തുടങ്ങിയിട്ട്? അയ്യോ, പ്രണയം അങ്ങനെയല്ല. ഇത് വീട്ടുകാർ തമ്മിൽ നേരത്തെ ആലോചിച്ചിട്ട കാര്യമാണ്. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ, അത് കറക്റ്റല്ലോ? അയ്യോ അല്ലല്ല, സീരിയസ്ലി ഞാൻ വീട്ടുകാർ തമ്മിൽ നേരത്തെ ആലോചിച്ചിട്ട കാര്യമാണ്. പക്ഷെ കല്യാണം ഞാൻ നെക്സ്റ്റ് ഇയറിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് ഫാമിലി തന്നെ പറഞ്ഞു, ഇതാണ് നമുക്ക് നോക്കാം, ആലോചിക്കാം, ഇനി നീട്ടിക്കൊണ്ട് പോകണ്ടല്ലോ എന്ന്. ഞങ്ങക്ക് കുറച്ച് അച്ഛന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛന്മാരോടൊക്കെ പറഞ്ഞപ്പം ഈ മാസം തന്നെ നടത്താം, അതാ നല്ലത്, വെറുതെ എന്തായാലും കല്യാണം കഴിക്കണമല്ലോ. അപ്പൊ എന്താണ് ഡേറ്റ് മുക്ത? അയ്യോ, ഡേറ്റ് എന്ന് അറിയില്ല. 23rd എൻഗേജ്മെന്റ്, ഈ മാസം 30th വെഡിങ്. നിങ്ങൾ എല്ലാവരും വരണം അല്ലേ? എല്ലാവരും ഞാൻ വിളിക്കുന്നില്ല, പക്ഷെ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. കാരണം ഞാൻ ഒരു ആർഭാടമായിട്ടുള്ളൊരു വിവാഹമേ അല്ല. എനിക്ക് ഏറ്റവും ചെറിയ രീതിയിൽ വളരെ ലളിതമായിട്ടുള്ളൊരു വിവാഹമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ കല്യാണത്തോടു കൂടി മിക്ക ആളുകളും തന്നെ ആദ്യം ചെയ്യുന്ന പരിപാടി അഭിനയം അങ്ങോട്ട് നിർത്തുകയാണ്. മുക്തയുടെ അഭിപ്രായം എന്താണ്? മുക്ത എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ തീർച്ചയായിട്ടും എനിക്ക് പറ്റുന്നത്രയും അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. എനിക്ക് അറിയാലോ, ഇപ്പൊ ഞാൻ റിമി ചേച്ചി ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ചേച്ചിക്കൊന്നും നമ്മുടെ ഫീൽഡിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഫാമിലിയിലേക്കാണ് ഞാൻ പോകുന്നത്. അവർക്ക് ഒരു അഭിപ്രായക്കുറവില്ല ഞാൻ ചെയ്യുന്നത് കൊണ്ട്. അവർക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ചെയ്താൽ. ഉറപ്പായിട്ടും മുക്ത, റിമി ടോമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പെട്ടെന്ന് റിമി ടോമിയുടെ സംസാരങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. റിമി ടോമിനെ പോലെ തന്നെ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണോ റിങ്കു ടോമിയും? എന്നോട് നന്നായിട്ട് സംസാരിക്കും. എന്താണെങ്കിലും ആ കുടുംബത്തിനൊരു ഭാഗ്യമാണ്. ഒരാൾ പാട്ടുപാടും, ഇനി അടുത്ത ആൾ നൃത്തം ചെയ്യാൻ വേണ്ടി ചെല്ലാണ്. ആട്ടെ പോട്ടെ ചങ്ങാതി, നാത്തൂനെ പറ്റി എന്താണ് അഭിപ്രായം? അതെ, ചേച്ചി ഓൾ ഇൻ ഓൾ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നാത്തൂന്റെ ഒരു പാട്ടായാലോ നമുക്ക് ഇനി അടുത്ത ജോഷ് ജംഗ്ഷനില്? കണ്ണിൽ നോക്കാതെ ഉള്ളിൽ കിള്ളാതെ ജോഷ് ജംഗ്ഷൻ.